നമസ്കാരം. ബംഗാളിൽ സമാനതകളില്ലാത്ത ഹിന്ദു വംശഹത്യയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയാള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത തത്വമൈ നൽകിയിരുന്നു. തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഒരു സംസ്ഥാനത്ത് ഒരു വിഭാഗത്തിന് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ആക്രമിക്കപ്പെടുന്നു, അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാനാകുന്നില്ല. ഒരു വേള ഇവിടെ ഹിന്ദുക്കളല്ലേ, BJP-കാരല്ലേ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് സമാധാനം കൊള്ളുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ബംഗാളിൽ നടക്കുന്നത്. ഇത്തരത്തിൽ അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് മാൾഡയിലും മുർഷിദാബാദിലും ബംഗാളിലെ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചാവുകയാണ്. ബംഗാളിൽ സൈന്യത്തോടൊപ്പം തിരികെ എത്തി കുറെ ആളുകൾ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കിയ പ്രദേശങ്ങളിലേക്ക് തിരികെ എത്തി. അവിടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു, വീടുകൾ ഇടിച്ചു നിരത്തപ്പെട്ടിരിക്കുന്നു, പല വീടുകളും തീയിട്ട് നശിപ്പിച്ചു, ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു, ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കാണാതായിരിക്കുന്നു, ക്ഷേത്രങ്ങൾ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു, മാറിയെടുക്കാൻ ഒരു തുണി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവിടുത്തെ പാവം ഹിന്ദുക്കൾ മാറിയിരിക്കുന്നു. കേവലം വഖഫ് ബില്ലിനെതിരെ ആയിരുന്നു അക്രമം എന്ന് കരുതുന്നുണ്ടോ? മമതയുടെ ബലത്തിൽ ഹിന്ദുവിനെതിരെ തികച്ചും ഏകപക്ഷീയമായ കലാപം അഴിച്ചുവിടുകയാണ് അവിടെ മതഭീകരവാദികൾ ചെയ്യുന്നത്. പ്രഖ്യാപിത മതേതരവാദികൾ എന്താണ് മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ട് എതിർക്കുന്നില്ല? ഒരു വാക്ക് പറയുന്നില്ല. ഈ ഒരു തിരിച്ചടി ഈ പാവം പിടിച്ച ആളുകളോട് എന്തിന് നടത്തുന്നു? ഇത് ലോകം മുഴുവൻ ഇപ്പോൾ ഈ ഒരു വിഷയം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവിടെ കൊള്ളയടിക്കപ്പെട്ട തകർക്കപ്പെട്ട വീടുകൾ, ക്ഷേത്രങ്ങൾ, അതിന്റെയൊക്കെ തന്നെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ മതേതരവാദികൾ, എവിടെ മതസൗഹാർദ്ദം പറയുന്നവർ, എവിടെ സാംസ്കാരിക നായകർ എന്ന് ഇന്ത്യ ചോദിക്കുകയാണ്, ബംഗാൾ ചോദിക്കുകയാണ്, ഹിന്ദു സമൂഹം ചോദിക്കുകയാണ്. എന്തേ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു എന്ന ചോദ്യവും ഇതോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. നമ്മളും ആ ചോദ്യം ഉറക്കെ ചോദിക്കുന്നു. കേന്ദ്രം എന്തുകൊണ്ട് വ്യക്തമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നില്ല എന്ന്. किच्चू लाडतं मला किच्चू कम আমাদেরও কিছু নেই। ഇത് ഹൃദയം നടുങ്ങുന്ന കാഴ്ചയാണ്, കണ്ണീരിന്റെ കാഴ്ചയാണ്, ദുഃഖത്തിന്റെ, വേദനയുടെ, ചോരമണമുള്ള കാഴ്ചയാണ്. ഇത് ഇവിടെ നിന്ന് മാറിയേ പറ്റൂ, അപ്രത്യക്ഷമായേ പറ്റൂ. ബംഗാളിലെ സകല പ്രദേശങ്ങളിലേക്കും അക്രമം വ്യാപിപ്പിക്കാനായി തൃണമൂൽ ഗുണ്ടകളും മതഭീകരവാദികളും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അതിനെയൊക്കെ തകർത്തുകൊണ്ട് അവിടെ മതഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ്, ഹിന്ദു വേട്ട നടത്തുകയാണ്. മണിപ്പൂരിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ, മണിപ്പൂരിനെ കുറിച്ച് വാതോരാതെ പ്രസംഗിച്ച ആളുകൾ എവിടെ? സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എവിടെ? മാനുഷിക പ്രസ്ഥാനങ്ങൾ എവിടെ? ചാരിറ്റി ഓർഗനൈസേഷനുകൾ എവിടെ? ആരുമൊന്നും മിണ്ടുന്നില്ല. കാരണം അവിടെയൊക്കെ തന്നെ മരിച്ചു വീഴുന്നത്, ഇല്ലാതാക്കപ്പെടുന്നത് ഹിന്ദുവിന്റെ ജീവിതമാണ്, ഹിന്ദുവാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത്. എന്നാൽ അത്രയും ഹിന്ദുക്കൾ കുറഞ്ഞിരിക്കട്ടെ എന്ന് മമതാ ബാനർജിയും വിചാരിക്കുന്നു. അത്രയും ഭീകരമാണ് ബംഗാളിലെ അവസ്ഥ, അതിക്രൂരമാണ് ബംഗാളിലെ അവസ്ഥ. ഒരിക്കലും ഈ കാഴ്ചകളൊന്നും കണ്ടു നിൽക്കാൻ നമുക്കാകില്ല. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ.
ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.